السلام عليكم ورحمة الله وبركاته. الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا محمد النبي الممجد وعلى آله وصحبه الموفين الوعد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. صدق الله العلي العظيم. العلم حياة الإسلام. صدق رسوله النبي الكريم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദിവസം ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ചതുപോലെ സ്വർഗ്ഗത്തിലും നാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് 6 നോമ്പും കഴിഞ്ഞ് ശവ്വാലിന്റെ 6 ദിവസങ്ങൾ കഴിഞ്ഞ് അവർ നോമ്പിനാൽ നേടിയെടുത്ത ആത്മചൈതന്യത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ആത്മഹർഷത്തിനാണ് മുസ്ലിം ലോകം ഇപ്പോൾ ഉള്ളത്. ഈ പരിശുദ്ധമായ റമളാനിൽ നമുക്കുണ്ടായിരുന്ന ആത്മീയ ബോധവും ഒരു ദീനി ചുറ്റുപാടുകളും നമ്മിൽ നിന്ന് ചോർന്നു പോകാതെ അടുത്ത റമളാൻ വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. ശവ്വാൽ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ 12 മാസങ്ങളിൽ ഏറ്റവും ആത്മീയപരമായും ഭൗതികപരമായും അവന് ശക്തിയും ഉന്മേഷവുമുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് 12 മാസങ്ങളിൽ നിക്കാഹ് സുന്നത്തായത് ശവ്വാൽ മാസത്തിലാണ്. പരിശുദ്ധ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിക്കാഹുകളൊക്കെ ശവ്വാലിൽ ആക്കൽ പ്രത്യേകം നല്ലതാണ്. എങ്ങനെ ചെയ്യണം? അത് സുന്നത്താണ്. ആയിഷ ബീവിയുമായുള്ള വിവാഹം നടന്നതും ശവ്വാലിലാണ്. അപ്പൊ ഈ ശവ്വാൽ മാസത്തിൽ നിക്കാഹ് പ്രത്യേകം സുന്നത്താകാൻ കാരണം എന്താ? ശവ്വാൽ മാസത്തിൽ മനുഷ്യൻ നേടിയെടുക്കുന്ന റമളാനിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യം, ഒരാത്മസുഖം, അതുപോലെ തന്നെ റമളാനിലൂടെ നോമ്പിലൂടെ ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ശാരീരികപരമായ ആരോഗ്യപരമായ നേട്ടം, ആരോഗ്യമായ അഭിവൃദ്ധി, നോമ്പ് കൊണ്ട് കിട്ടുന്ന റിസൾട്ട് ആരോഗ്യ പരിരക്ഷയും ആരോഗ്യ സംരക്ഷണം കൂടിയാണ്. അപ്പൊ അവന്റെ മനസ്സും അവന്റെ ശരീരവും അവന്റെ ബോഡിയും അവന്റെ സോൾ ആത്മാവും ഫിറ്റാകും എന്നർത്ഥം. മനസ്സും ശരീരവും അവന്റെ കൽബും റൂഹും ശരീരവും ഒക്കെ ഫിറ്റായി അതിന് കൃത്യമായ രീതിയിൽ ബലമായി നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ശവ്വാൽ നിക്കാഹിന് പോലും സുന്നത്തായത്. കാരണം ശവ്വാൽ മാസം അങ്ങനെ റമളാൻ നമ്മൾ നേടിയെടുത്തൊരു പ്രത്യേകമായൊരു ടൈം ടേബിൾ ഉണ്ട്, ഒരു പങ്ക്ച്വാലിറ്റി ഉണ്ട്, കൃത്യനിഷ്ഠതയുണ്ട്. നമ്മൾ റമളാൻ എല്ലാ ക്ലാസ്സിലും പ്രസംഗത്തിലൊക്കെ പറഞ്ഞു, തഖ്വ ഉണ്ടാകാനായിരുന്നു നോമ്പ്. കിണർ കുഴിക്കുന്നത് വെള്ളം കാണാനാണ്. 10, 20, 25 കൂരി ആഴമേറിയ കിണർ കുഴിച്ചു, വെള്ളം കിട്ടിയില്ല. എന്തുകൊണ്ട്? എന്ത് കാര്യമുണ്ട് ആ കുഴിച്ചത് കൊണ്ട്? ഒരുപാട് സമയം പോയി, പണം പോയി, ഭൂമി പോയി, സമയം പോയി എന്നല്ലാതെ. പാറ കണ്ടയെടുത്ത് കൈക്കോട്ട് വെക്കുക എന്ന് പറഞ്ഞ പോലെ വെള്ളമാകുന്ന ലക്ഷ്യം കിട്ടിയില്ലെങ്കിൽ ആ കുഴിച്ചതൊക്കെ വൃഥാവിലായി. ഇതുപോലെ പരിശുദ്ധ റമളാനിൽ തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ്. ആ കിണർ കുഴിച്ചത് വെള്ളം കിട്ടാനാണെങ്കിൽ തഖ്വ കിട്ടിയില്ലെങ്കിൽ ആ നോമ്പ് കൊണ്ട് കാര്യമില്ല. വെള്ളം കിട്ടിയില്ലെങ്കിൽ കിണർ കുഴിച്ച പൈസ പോയി എന്ന് പറയുന്ന പോലെ അധ്വാനങ്ങളൊക്കെ വെറുതെയായി പോയി. പരിശുദ്ധമായ റമളാൻ നമുക്ക് ഒരു കൃത്യമായി 100-200 കോടിയോളം വരുന്ന മുസ്ലിം സമുദായം ഒരേ സമയത്ത് എഴുന്നേറ്റ് ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ചത് റമളാനിൽ മാത്രമാണ്. ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ഒരേ സമയത്ത് എഴുന്നേറ്റത് അത്താഴം കഴിക്കാനാണ്. ഒരേ സമയത്ത് വായിലേക്ക് ഭക്ഷണം കൊണ്ടുപോയതും മഗ്‌രിബിന്റെ സമയത്താണ്. ആ ഒരു മഗ്‌രിബിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കാത്ത ഒരു മുസ്ലിമും പ്രായപൂർത്തിയായ
വിവേകമുള്ള ഒരു മുസ്ലിമും ലോകത്തുണ്ടാവില്ല. അപ്പൊ 100-200 കോടിയിലേറെ വരുന്ന ലോക മുസ്ലിമീങ്ങൾ ഒരേ സമയത്ത് ഉണ്ടതും ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ചതും എഴുന്നേറ്റതും ഉറങ്ങിയതൊക്കെ പരിശുദ്ധ റമളാനിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഒഴുക്ക് നമുക്ക് ലഭിച്ചു. വെള്ളം പരന്നൊഴുകും, പക്ഷെ ഒരു ചാല് കീറിക്കൊടുത്താൽ ആ വെള്ളം കൃത്യമായി ആ ചാലിലൂടെ തന്നെ ഒഴുകും, അല്ലെങ്കിൽ ഇത് ചെതറിയങ്ങ് ഒഴുകും. അങ്ങനെ പരന്നൊഴുകുന്ന വെള്ളത്തെ കൃത്യമായി ഒരു ചാലിട്ട് കൊടുത്താൽ, ചാലിൽ ഒഴുക്കിയാൽ എല്ലായിടത്തേക്കും അതിന് വെള്ളം എത്തുന്ന പോലെ പരന്നൊഴുകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ശൈലികൾ ഒരു ചാലിട്ട് കൊടുത്ത് കൃത്യനിഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് റമളാനിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് റമളാനിലുണ്ടായിരുന്ന ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. ഏതു വലിയ മുത്തക്കയാണെന്ന് തോന്നുന്ന വ്യക്തിയും ഏതു വലിയ എത്ര റമളാനിലൂടെ ചൈതന്യം നേടിയെടുത്ത ആളാണെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി മനുഷ്യൻ അബദ്ധം സംഭവിക്കാൻ, അല്ലെങ്കിൽ ജീവിതം മുഴുവനും കുളം തോണ്ടാൻ. ഏതു വലിയ ഹെവി ഡ്രൈവറാണ്, 10, 36, 40 ടയറുള്ള ലോറി ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിലും, ഏതു വലിയ GCC കൺട്രീസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ലൈസൻസ് ഉള്ള ആളാണെങ്കിലും, ഏതു വലിയ വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആളാണെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി. ഒന്ന് കണ്ണ് പാളിപ്പോയാൽ വണ്ടിയും അപകടത്തിൽപ്പെടും, അവനും അപകടത്തിൽപ്പെടും, യാത്രക്കാരും അപകടത്തിൽപ്പെടും, മരണം സംഭവിക്കും. വലിയ ഡ്രൈവറാന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു ആയുസിന്റെ കണ്ണീരിന്. ഇത് ഭൗതികമായി മനസ്സിലാക്കാൻ പറഞ്ഞ ഉദാഹരണമാണ്. ഇതുപോലെ ഏത് വലിയ ആളാണെങ്കിലും, എത്ര പ്രായമുള്ള ആളാണെങ്കിലും, എത്ര നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിലും, എത്ര പള്ളിയിലും ജമാഅത്തും ദിക്റും ഖുർആനുമുള്ള ആളാണെങ്കിലും ഒരു നിമിഷത്തെ അശ്രദ്ധ മതി മനുഷ്യൻ കാലാകാലം ജനങ്ങൾക്കിടയിൽ അപമാനത്തോടെ കഴിയേണ്ടവനാകാനും തിരസ്കരിക്കപ്പെട്ട ആളാകാനും അവൻ നികൃഷ്ടനായി ചിത്രീകരിക്കപ്പെടാനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടാനും ഒരു നിമിഷം മതി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയേണ്ടത്, എപ്പോഴും ഒരു വിശ്വാസിക്ക് അവന്റെ തഖ്വ ചോർന്നു പോകാതെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണമെന്ന്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ സ്വീകരിക്കേണ്ട നസീഹത്ത് അതാണ്. ആ റമളാനിൽ നേടിയെടുത്ത വലിയ തഖ്വയും ആ ഒരു വലിയ ചൈതന്യവും ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമ്മിൽ നിന്ന് കളഞ്ഞു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത് എന്നർത്ഥം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ രാജ്യവും ലോകം മൊത്തം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളാണ്, വലിയ സമസ്യകളാണ്. മുമ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത വിധം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും ഉയർച്ചയും നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ പുരോഗതിയും ഗൾഫിനെ സ്വാധീനിച്ചിട്ടാണ്. നമ്മുടെ വീടുകളൊക്കെ രമ്യഹർമ്മങ്ങളായി മാറിയത്, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ മനോഹരമായി സുതാര്യമായി നടന്നു പോകുന്നത്, നമ്മുടെ ജീവിത ശൈലികളും നമ്മുടെ ജീവിതങ്ങളൊക്കെ മികവുറ്റ രീതിയിലാകുന്നത്, നമ്മുടെ ആഘോഷങ്ങളും കല്യാണങ്ങളും സൽക്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആഡംബരത്തോടെയാകുന്നത് ഗൾഫിനെ ആശ്രയിച്ചിട്ടാണ്. ഗൾഫിനെ ആശ്രയിച്ച് ഗൾഫിൽ നിന്നുള്ള വരവ് കൊണ്ടാണ് ഇവിടുത്തെ ബിസിനസ് നടക്കുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയൊരു വലിയ പ്രതിസന്ധി. ഹോട്ടലുകളൊക്കെ പലതും അടച്ചുപൂട്ടി, പല ആളുകൾക്കും വേണ്ട വിധം നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല, പോകാൻ കഴിയുന്നില്ല, വിമാനത്തിന്റെ റേറ്റുകൾ കൂടിപ്പോയി. ഇതൊക്കെ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയാൽ, നമ്മുടെ നാട്ടിൽ പോലും ഒറ്റയടിക്ക് പെട്ടെന്ന് പെട്രോളിന് 5 ഉറുപ്യ കൂട്ടുന്നു, ഡീസലിന് കൂട്ടുന്നു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മറ്റെല്ലാ കമ്പനികളും കൂട്ടും, ഇപ്പൊ നയാര മാത്രമല്ല. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? ഇതൊക്കെ നമ്മുടെ സുഗമമായ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വരുന്ന ചില പ്രതിസന്ധികൾ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തെ വലിയ സാരമായി ബാധിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാതെയാകുമ്പോൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഖുർആൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹിനെ മറക്കുമ്പോൾ അള്ളാഹ് പെട്ടെന്ന് ശിക്ഷിക്കൂല. അള്ളാഹുവിനെ മറക്കുമ്പോൾ അള്ളാഹ് കൂടുതൽ സുഖം സൗകര്യം നമുക്ക് തരിക ചെയ്യാം. അങ്ങനെ കൂടുതൽ അഭിരമിക്കുമ്പോ, കൂടുതൽ സുഖിക്കുമ്പോൾ ലാസ്റ്റ് വെച്ചിട്ടേ പിടികൂടുള്ളൂ. ഒരു കോണിയുടെ 1ാമത്തെ പടിയിൽ നിന്ന് ഒരാൾ വീണാൽ ഒന്നും സംഭവിക്കൂല, ഒരു ചുക്കും സംഭവിക്കൂല. നേരെ മറിച്ച് ആ കോണിയുടെ മുകളിലേക്ക് അള്ളാഹ് നമ്മളെ കയറ്റും. അതല്ല പറഞ്ഞത്, എന്നെ മറന്നാൽ, എന്നെ ധിക്കരിച്ചാൽ, എനിക്ക് എന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതെ നന്ദികേട് കാണിച്ചാൽ അവൻ ഞാൻ കയറ്റും, സുഖങ്ങളിലേക്ക് കയറ്റും, ആഡംബരങ്ങളിലേക്ക് കയറ്റും, സൗകര്യങ്ങളിലേക്ക് കയറ്റും. ആ കോണിയുടെ ഏറ്റവും വലിയ ഏറ്റവും മുകളിലെ സ്റ്റെപ്പിലേക്ക് അവൻ ഞാൻ കൊണ്ടെത്തിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒറ്റ വലിയാൻ, അവിടെ നിന്ന് വീണ നടുമുള്ളു മുറിയും, അവിടെ നിന്ന് വീണാൽ ഊര ചതഞ്ഞു പോകും, കയ്യും കാലും പൊട്ടിപ്പോവും. 1ാമത്തെ 2ാമത് സ്റ്റെപ്പ് നിന്ന് വീണ ഒന്നും പറ്റൂല. ഇതാ ഖുർആൻ പറഞ്ഞത്, ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈ. എന്നെ ധിക്കരിച്ചാൽ, എന്നെ മറന്നാൽ ഞാൻ കൂടുതൽ സൗകര്യങ്ങൾ അയച്ചിട്ട് കൊടുക്കും, അവരെ നന്നായി സുഖങ്ങളും ആഡംബരങ്ങളും കൊടുക്കും. അങ്ങനെ അവർക്ക് ഞാൻ കൊടുത്ത, അവർക്ക് നൽകപ്പെട്ട സൗകര്യങ്ങൾ അവർ അഭിരമിക്കുമ്പോൾ, അവർ ആനന്ദിക്കുമ്പോൾ, പെട്ടെന്നൊരു പിടുത്തം ഞാൻ അവരെ പിടുത്തും. ഒറ്റ പിടുത്തങ്ങ് പിടിക്കും, പെട്ടെന്ന് സ്റ്റക്കായി പോകും. ജീവിതത്തിന്റെ രീതികളും മാർഗങ്ങളൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അങ്ങനെ അവർ നിരാശരായി മാറും, അവർ നിരാശരാകേണ്ടി വരും എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു ഊർജ പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് നേരിട്ടാൽ, അല്ലെങ്കിൽ ഇന്ധനക്ഷാമം നമ്മുടെ രാജ്യത്ത് നേരിട്ടാൽ എല്ലാത്തിനെയും ബാധിക്കും.
കാരണം ഒരു 1/2 കിലോമീറ്റർ പോലും നടന്ന് ശീലമില്ലാത്ത നമ്മുടെ ജീവിതത്തിന്റെ വഴികളും ശൈലികളൊക്കെ മാറിപ്പോയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട, അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഔദാര്യങ്ങൾ ഒരു നിമിഷം നിന്ന് പോയാൽ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവൂല. ആർക്കും നമ്മളെ സഹായിക്കാനും രക്ഷിക്കാനും സാധ്യമല്ല. കാരണം പച്ചവെള്ളത്തിനേക്കാൾ നമുക്കിന്ന് അത്യാവശ്യമായി മാറിയിരിക്കുന്ന ഡീസലും പെട്രോളും നമ്മുടെ വീട്ടിലെ പറമ്പിലും നമ്മുടെ മരത്തിലും ഉണ്ടാകുന്നതും കായ്ക്കുന്നതും ഭൂമിയിലും നമ്മുടെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതുമല്ല. എല്ലാം അല്ലാഹു ലോകത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മരണം വരെ ഒരു മനുഷ്യനും അവന്റെ കയ്യിൽ നിന്ന് 1 മീറ്റർ പോലും നീളല്ല, 1 മീറ്റർ പോലും നീളം അവന്റെ കയ്യിലേക്കില്ല. അതിനു മുമ്പ് ഭക്ഷണം കഴിക്കാത്ത ഒരാൾ ലോകത്തില്ല. ആരും അവന്റെ കൈ എത്തുന്നതിന് അപ്പുറത്തുനിന്ന് ആരും ഭക്ഷണം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. എല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാൻ, എല്ലാം അല്ലാഹു എത്തിച്ചു തരാൻ. പക്ഷേ ആ നിഅമത്തുകളെ കുറിച്ച് ലഇൻ ശകർതും ലഅസീദന്നകും ഇന്ന് പലപ്പോഴും ഒരു ഹോബിയായി എല്ലാ വണ്ടിയുടെയും ബേക്കിലെ ഗ്ലാസ്സിൽ എഴുതി ഒട്ടിക്കാൻ മാത്രമുള്ളതാണ് ഈ ആയത്തൊക്കെ. അങ്ങനെയാണ് പല കാറിലും ബേക്കിൽ കാണാൻ ലഇൻ ശകർതും ലഅസീദന്നകും. എന്താണ് പറഞ്ഞത്? അത് ഒട്ടിക്കുന്നതും സ്റ്റിക്കറും ആയത്തും ഹദീസുകളൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ വണ്ടി ഒട്ടിക്കാനുള്ളത് മാത്രമാണോ? തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാ, മാഷാ അല്ലാഹ്, ഇന്നോവ കാറും അവന്റെ ഓടി കാറും ബേക്കിൽ ഒട്ടിക്കാൻ മാത്രമല്ല. അതൊക്കെ ഒരു ശോഭക്കും ഒരു ചൊറുക്കും നമ്മൾ ഒട്ടിക്കും. അത് പിന്നെ ചിലപ്പോൾ കാക്കച്ചയിൽ അപ്പിടും, അല്ലെങ്കിൽ പക്ഷികൾ അതിലേക്ക് അപ്പിടും. അത് വൃത്തിയാക്കാനോ പൊടി പിടിച്ച് ചളി പിരണ്ടെടുക്കുമ്പോൾ അതൊന്നും ശുദ്ധിയാക്കാനൊന്നും കഴിയൂല. വണ്ടി കഴിക്കുമ്പോൾ അഴുക്ക് വെള്ളമോ കൈക്കൂടെ പോരൂലേ, അതൊന്നും അവന് ചിന്തിക്കൂല. അവന്റെ ബേക്കിൽ വണ്ടിന്റെ ഗ്ലാസ് മേലെ ഇൻ ശകർതും ലഅസീദന്നകും, അല്ലെങ്കിൽ മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളൊക്കെ ഇങ്ങനെ വണ്ടി എഴുതി വെക്കും. വണ്ടി എഴുതി വെക്കണ ചിലപ്പോൾ അവൻ നല്ല ഉദ്ദേശത്തിലായിരിക്കും. പക്ഷേ വണ്ടി കഴിക്കുമ്പോൾ വണ്ടിന്റെ മുകളിൽ അപ്പിട്ടതുണ്ടാവും. ആ നജിസ് മുഴുത്തം ആ ഖുർആന്റെ ആയത്തുമ്പോ കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങണത്, അല്ലെങ്കിൽ കാക്കപ്പിടുമ്പോ അല്ലെങ്കിൽ പൊടികള് ചളികൾ ഒക്കെ അതിന്മേലായിരിക്കും. അപ്പൊ അത് അദബ് കേടാണ്. അത് ചിന്തിക്കാൻ മനുഷ്യൻ തയ്യാറാവൂല. അതൊക്കെ എന്തിനാ? അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കുക. അതൊക്കെ ഹൃദയത്തിൽ എഴുതി വെക്കുക. വീട്ടിൽ കണ്ട് കയറുമ്പോൾ തന്നെ തവക്കൽതു അലല്ലാഹ്, മാഷാ അല്ലാഹ്, കുഴപ്പമില്ല. അതൊക്കെ നമ്മൾ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഓർക്കാൻ വേണ്ടി ആയിരിക്കണം. നമ്മൾ കടം കൊടുത്തത് എഴുതി വെക്കും. ഇന്നാരെണ്ണ പോക്കറിനെ 1 ലക്ഷം കൊടുത്തു. ഇതെന്തിനാ? ബർക്കത്തെടുക്കാനല്ലോ. എന്തിനാ? ഓർത്തെടുക്കാനാ, ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാ. കാരണം മറക്കാൻ പാടില്ല. ഇന്നാക്ക് 2000 കടം കൊടുത്തത്, ഇന്നാക്ക് 10000 കടം കൊടുത്തത്, ഇന്നാക്ക് ഞാൻ സുലൈമാൻ 5000 കടം കൊടുത്തു. ഈ കടം കൊടുത്ത് എഴുതിയൊക്കെ എന്തിനാ? ഓർക്കാൻ വേണ്ടിയിട്ടാ. ഈ മാതിരി ആയിരിക്കണം ബിസ്മില്ലി മാഷാ എന്നൊക്കെ എഴുതിയൊക്കെ ഉണ്ട്, ഓർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അത് കാണുമ്പോൾ റബ്ബിനെ ഓർക്കണം, അത് കാണുമ്പോൾ അല്ലാഹനെ ചിന്തിക്കണം. കടം കൊടുത്തത് എഴുതി വെക്കുന്നത് ഓർക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ഒരു ഓർമ്മ പോലും ഈ എഴുതി വെക്കുന്നത് കൊണ്ട് കിട്ടണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് അതവിടെ എന്റെ വിഷയമല്ല. ലഇൻ ശകർതും ലഅസീദന്നകും, വണ്ടിമേൽ എഴുതി വെക്കുന്നത് ഇവിടുന്ന് ഹൃദയത്തിലേക്ക് എഴുതി വെക്കുക. ലഇൻ ശകർതും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ലഅസീദന്നകും, തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് സുഖങ്ങളും അനുഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചു തന്നെ ചെയ്യും. ഈ ശുക്ർ എന്ന് പറഞ്ഞ നാവുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയാറുണ്ട്. അതാർക്കും സാധിക്കും. പ്രവർത്തനങ്ങളിലൂടെ ഒരു നന്ദിയുണ്ട്. അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് അൽഹംദുലില്ലാഹ് എന്ന് പറയലും ശുക്റിന്റെ സുജൂദ് ചെയ്യൽ മാത്രമല്ല. ശുക്ർ തന്നത് കൊടുക്കണം. മൻ കാന ലഹു ഖുവ്വത്തുൻ, ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, മാൻ പവർ ഉണ്ടെങ്കിൽ, നിനക്ക് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ, ആ ശക്തി ഫല്യതസദ്ദഖ് മിൻ ഖുവ്വതി, നിന്റെ ശക്തി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. അതാണ് നിന്റെ ആരോഗ്യം സദഖ എന്ന് പറഞ്ഞാൽ. പണം തന്ന ആൾക്കാർ പണം കൊടുക്കുക, ഇൽമു തന്ന ആൾക്കാർ ഇൽമു കൊടുക്കുക, അതൊക്കെയാണ് അള്ളാഹുവിനെ ചെയ്യുന്ന നന്ദികൾ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നൽ ഇൻസാന റബ്ബിഹി ലഖനൂദ്, ഈ അടുത്തൊരു സഹോദരനെ പരിചയപ്പെട്ടു. പെട്ടെന്ന് 2 ചെവിയുടെയും കേൾവി നഷ്ടപ്പെട്ടു പോയി. 2 ചെവിയുടെയും കേൾവി നഷ്ടപ്പെട്ടു പോയി. അതിന് ഓപ്പറേഷൻ ചെയ്യണം. ഒരു ചെവിക്ക് 15 ലക്ഷം റുപ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റേ ചെവിക്ക് വേറെ 15 ലക്ഷം ഉണ്ടാക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. ഈ ചെവിയുടെ കേൾവിയുടെ അനുഗ്രഹത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ ചെവിയിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ വേണ്ടാത്ത പാട്ടുകളും ആരവങ്ങളും നമ്മൾ ഇയർഫോൺ വെച്ച് കുത്തിക്കയറ്റി കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അള്ളാഹുവിനെ പറ്റി കേൾക്കുന്നുണ്ടോ? ഹബീബിനെ പറ്റി കേൾക്കുന്നുണ്ടോ? റബ്ബിനെ പറ്റിയുള്ള ദിക്റുകളും ഉപദേശങ്ങളും നസീഹത്തുകളും നമ്മൾ കേൾക്കുന്നുണ്ടോ? അതൊരു രസം ഉണ്ടാവില്ല. അപ്പൊ രസമുള്ള മ്യൂസിക്കിന്റെ അല്ലെങ്കിൽ മറ്റുള്ള പരേഡുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ആനന്ദിപ്പിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തന്ന അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുന്നുണ്ടോ നമ്മൾ? ഈ അടുത്തിന്റെ സുഹൃത്ത് അവൻ ബൈപ്പാസ് ചെയ്തു. എത്ര ആയത്? 12 ലക്ഷം റുപ്യ ചെലവായി. കാരണം നിറയെ ബ്ലോക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കട്ട തീർക്കാനാണ് 6 ലക്ഷം റുപ്യ. ഒരു കട്ട ബ്ലോക്ക് ആയത് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റൂല, അത് ബൈപ്പാസ് ചെയ്യണം. സാധാ ബൈപ്പാസും പോരാ, പിന്നെ വേറെ കുറെ ട്രീറ്റ്മെന്റ് കൂടെ കൊടുക്കണം. അത് മാറ്റി വെക്കണം, ഇത് മാറ്റി വെക്കണം. നമ്മൾ സുഗമമായി നമ്മളെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഞരമ്പിലൊന്ന് അടഞ്ഞുകൂടിയാൽ ആ ഒരു കട്ട നീക്കാൻ വേണ്ടിയിട്ട് റൂട്ടിൽ നിന്നൊരു കട്ട നിൽക്കണം മതി. ഈ കോയറിൽ നിന്ന് കട്ട നീക്കിയേക്കാൻ വേണ്ടി 6 ലക്ഷം റുപ്യ. നമ്മൾക്ക് അള്ളാഹു തആല പൈസ മുടക്കാതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും പ്രിയപ്പെട്ടവരെ, മദ്യപിക്കുമ്പോഴും അനാവശ്യം പറയുമ്പോഴും അനാവശ്യം കാണുമ്പോഴും ഹറാമ് ചെയ്യുമ്പോഴും അള്ളാഹു ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച് കരയണം. നമ്മൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി ഓർക്കണം.
ഓർക്കണം, ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു കുറ്റിയിലാക്കി വെക്കുന്നതാണ് ഈ സിലിണ്ടർ എന്ന് പറഞ്ഞത്, അല്ലേ? ഓരോ സ്വന്തമായിട്ട് ശ്വസിക്കാൻ കഴിയുന്നില്ല, ICUയിലാണ്, വെന്റിലേറ്ററിലാണ്, ഓക്സിജൻ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ നിന്ന് സ്വന്തം ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവന്റെ സിസ്റ്റം ഒക്കെ തകരാറിലായി പോയി. അപ്പോൾ അത് കുറ്റിയിലാക്കിയിട്ട്, ഈ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറ്റിയിലാക്കി വെച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ബില്ല് എത്രയാണ്? നമ്മൾ പാർക്കിങ്ങിനും ബില്ലടക്കമുണ്ടോ? ഈ പള്ളിയിൽ നിങ്ങൾ പ്രസംഗം കേൾക്കുകയാണ്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളാരും ICUയിലല്ല, നമ്മളാരും വെന്റിലേറ്ററല്ല, ഓക്സിജൻ സിലിണ്ടർ നമുക്കില്ല, മൂത്രത്തിനും വിസർജനം പോകാൻ നമുക്ക് പൈപ്പ് ഇട്ടിട്ടില്ല. എത്ര വലിയ അനുഗ്രഹത്തിലാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ഈ വാത് കേട്ടങ്ങ് പോവും, ഈ ഹുതുബ കേട്ടങ്ങ് പോവും, ഈ നസീഹത്തങ്ങ് കേട്ടങ്ങ് പോവും. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കരയണം. കരച്ചിലെന്ന പുറത്തേക്കല്ല കരച്ചിലല്ല, അതിന് ചിലപ്പോൾ കഴിഞ്ഞോളുന്നില്ല. കണ്ണീര് ജനങ്ങൾ കാണാത്തൊരു കരച്ചിലുണ്ട്, ഭാര്യ പോലും കാണാത്തൊരു കരച്ചിലുണ്ട്, മക്കൾ പോലും കാണാത്ത കരച്ചിലുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണീര് പുറത്തേക്ക് വരാതെ കണ്ണിന്റെ ഉള്ളിലേക്ക് കണ്ണീര് പോകുന്ന ഹൃദയത്ത് കൊണ്ടുള്ള കരച്ചിലുണ്ട്. ആ കരച്ചിൽ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ, ആ ശുക്രുകൾ നമുക്ക് വേണം. അതില്ലാതെ പോയാൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അപ്പൊ നമുക്ക് സങ്കടങ്ങളായിരിക്കും, വലിയ വിഷമങ്ങളായിരിക്കും. ഹോട്ടലൊക്കെ പൂട്ടിപ്പോയി, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, ഗൾഫിൽ ഞാൻ നിക്ഷേപിച്ച സമ്പത്ത് മുഴുവനും പോയി എന്ന് പറഞ്ഞ് ഇന്നലെ ഒരുത്തരം സങ്കടപ്പെട്ടത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ നെകളിപ്പുകളും കല്യാണങ്ങളൊക്കെ പ്രത്യേകിച്ച് ദൂരത്തിലേക്ക്, ആഡംബരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ, അൽഹാക്കുമുത് തകാസുർ, നിങ്ങൾ വെൽപ്പത്തരം കാണിക്കുക എന്നുള്ള ചിന്ത. അൽഹാക്കുമുത് തകാസുർ, വെൽപ്പത്തരം കാണിക്കുക, മേൽപ്പത്തരം കാണിക്കുക, മേന്മ കാണിക്കുക, ഇത് നിങ്ങളെ നശിപ്പിക്കൂടാ. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങളെ മണ്ണ് കൊണ്ടുപോയി കുഴിച്ചിട്ട് നിങ്ങളെ പള്ളേലും തൊള്ളേലും മണ്ണ് നിറയണ വരെ ഈ നെഗളിപ്പ് കാണിക്കാൻ ചിന്ത നിങ്ങളെ മനസ്സിന്ന് പോരട്ടോ. നബി തങ്ങൾ പറയാൻ, യശീബുബുൻ ആദം, മനുഷ്യൻ നരച്ചു പോകും, അവന്റെ മുടിയൊക്കെ നരച്ചു പോകും, അവക്കെ നരച്ചു പോകും, പുരുകം പോലും നരച്ചു പോകും, അവന്റെ ഇമ പോലും നരച്ചു പോകും, തൊക്കല മുടി പോലും നരച്ചു പോകും. അതവൻ പെയിന്റ് അടിക്കണത് വേറെ വിഷയം. പിന്നെ നബി തങ്ങൾ പറയുന്നു, പക്ഷേ അവന്റെ മുടി നരച്ചാലും നരക്കാത്ത മറ്റൊന്നുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഭൗതിക ഭ്രമങ്ങളാണ്, ഭൗതിക ഭ്രമങ്ങളാണ്. നമ്മളെ നാട്ടിൽ കല്യാണം വരുമ്പോ ഒരു വാപ്പയും പറയൂല ഒരു മൈലാഞ്ചി കല്യാണം വേണമെന്ന്, അല്ലെങ്കിൽ ഒരു ഹൽദി വേണം, മെഹന്തി വേണം, മഞ്ഞ കല്യാണം. അന്ന് കല്യാണത്തിന്റെ തലേന്ന് മരക്കളും വേറെ കുട്ടികളൊക്കെ മഞ്ഞ ഡ്രസ്സ്, കത്തുന്ന ബൾബുകൾ മുഴുവനും മഞ്ഞ, ഈ ട്യൂബുകളൊക്കെ മഞ്ഞ കളറ്, അന്ന് ഉണ്ടാക്കുന്നത് മുഴുവനും മഞ്ഞ. അതിനുവേണ്ടി ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് എല്ലാവർക്കും മഞ്ഞ ഡ്രസ്സ്. പിന്നെ എടുക്കൂല. 10ഉം 80ഉം വയസ്സായ തള്ളനകൂ പോലും പിന്നെ ടെക്സ്റ്റൈൽസിലേക്ക് പോയിട്ട് ഈ മഞ്ഞ ഡ്രസ്സ് ഇട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ടൈം ചെലവഴിക്കുകയാണ്. പിന്നെ എടുക്കൂല. ആ പൈസ വെറുതെ. ഇതാര് പറയണതാ? വാപ്പ പറയണതല്ല. നിക്കാഹ് കഴിച്ചു വെക്കാൻ പറ്റുന്ന കാലേറോ ഖതീബ് പറയണതല്ല, തള്ള പറയേണ്ടതാണ്, അല്ലെങ്കിൽ മരോള് പറയേണ്ടതാണ്. നബിതങ്ങൾ പറഞ്ഞു, സയ്യത്തിഅലാ ഉമ്മത്തി സമാൻ, എന്റെ ശേഷം ഒരു കാലം വരാനുണ്ട്, യകൂന ഹലാഖുർ റജുൽ, ഒരു പുരക്കാരൻ നശിച്ച് കുളം തോണ്ട് ആഖിർ നശിക്കല്, അലാ യദി ഇംറഅതിഹി വബുൽദി, അവന്റെ കെട്ടിയോളും കുട്ടിയോളും പറയണത് കൊണ്ടായിരിക്കും. അവന്റെ കെട്ടിയോക്കും കുട്ടിയോക്കും അനുസരിച്ചുകൊണ്ട്, അവന്റെ ഭാര്യയും മക്കളും പറഞ്ഞനുസരിച്ച് അവരെ നീ വെറുതെ ആക്കണ്ട, അവര് പറഞ്ഞ് കേട്ടുകൊടുക്കുക എന്ന് കരുതിയിട്ട് അവര് പറഞ്ഞത് കേട്ടിട്ട് ആ കുടുംബം അത് നശിച്ചു പോകും. അങ്ങനത്തെ കാലം എന്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നിങ്ങളെ കുടുംബത്തിലേക്കൊന്ന് അറിയിച്ചു നോക്കുക. കല്യാണത്തിന്റെ തലേന്നുണ്ടാകുന്ന പേക്കൂത്തുകൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറഞ്ഞതായിരിക്കൂല, അത് ആ പെരക്കാരത്ത് പറഞ്ഞതായിരിക്കും, ഉമ്മാന്റെ അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികൾ, അല്ലെങ്കിൽ മരക്കള്. അപ്പൊ അതിന് നിന്ന് കൊടുക്കുക. എത്ര പൈസയെ നമ്മൾ ദൂർത്തടിക്കുന്നത്, എത്ര പണമാ പോകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല, ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു ഗൾഫിന്റെ പ്രതിസന്ധി വന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ ചിലപ്പോൾ ഒരു താൽക്കാലിക പ്രതിഭാസമാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. താൽക്കാലിക പ്രതിഭാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോക്ക്ഡൌൺ വന്ന പോലെ ഊർജ്ജ ലോക്ക്ഡൌൺ, ആരും പുറത്തിറങ്ങരുത്, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളത് പോലും പലപ്പോഴും ചിന്തിക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ സമാധാനിക്കുക, ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ മറന്നാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു താര ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാനൊരു പ്രയാസം വന്നാൽ ആരാ നിങ്ങളെ കൈച്ചിലാക്കി തരിക? ആരാ നിങ്ങളെ രക്ഷപ്പെടുത്തി തരിക? ഒരാൾക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഏത് അഹങ്കാരവും വിലപ്പോകില്ല എന്ന് ലോകം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയാണെങ്കിൽ പോലും അവർ വിചാരിക്കുന്ന രീതിയിൽ ഇറാനെ നിർത്താമെന്ന് അവർ വിചാരിച്ചിരുന്നു. ആ ഹന്ത നടപ്പിലായില്ല. ഏത് ചെറിയ രാജ്യത്തിനും വലിയ രാജ്യത്തിനെ പോലും തകർക്കാൻ എന്ന് പോലും ഇന്നത്തെ സമകാലിക യുദ്ധ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ ഒരിക്കലും മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു നമുക്ക് തന്ന സുഖങ്ങൾ, സൗകര്യങ്ങൾ, കേരളത്തിന്റെ പുറത്ത് മറ്റു സംസ്ഥാനങ്ങൾ സഞ്ചരിച്ചാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള രമ്യഹർമ്മങ്ങൾ കേരളീയ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല തന്നിരിക്കുകയാണ്. നമ്മുടെ വീടുകളും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എത്രയോ മനോഹരങ്ങളാണ്, സംശയമൊന്നുമില്ല. അങ്ങ് ഉത്തർപ്രദേശിലും ആസാമിലൊക്കെ ചെന്ന് നോക്കിയാൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആട്ടുംകൂട് പോലും അവരുടെ വീടുകളേക്കാൾ മെച്ചമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഗൾഫ് കൊണ്ട് സൗകര്യം തന്നു. 60-നും 70-നും ശേഷം ഗൾഫിലേക്കുള്ള കവാടങ്ങൾ അല്ലാഹു തുറന്നു തന്നു. ഓരോ മഹലിലും ഓരോ വീട്ടിലും ഗൾഫുകാരില്ലാത്ത വീടുകളില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രതിസന്ധികളൊക്കെ നീണ്ടുപോയാൽ, തകിടം മറിഞ്ഞാൽ നമുക്ക് മറ്റൊന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പഴയ കാലത്തൊക്കെ കൃഷിയിടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പാടങ്ങളിലും കട്ടപ്പാടങ്ങളിലും കൊട്ടപ്പറമ്പുകളിലും മൺവെട്ടിയെടുത്തും കൈക്കോട്ടെടുത്തും കഷ്ടപ്പെട്ടും അധ്വാനിച്ചിരുന്ന നമ്മുടെ പ്രപിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ വിസ്മരിച്ചു പോയി. നമുക്കതിന് സാധ്യമല്ല, നമുക്കത് കഴിയുകയുമില്ല. വൈറ്റ് കളർ ജോബിന്റെ ആൾക്കാർ മാത്രമായി മാറി. പക്ഷേ ഒരു പരീക്ഷണം വന്നാൽ മറന്നു കടന്ന് കരയുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. അക്കൗണ്ടിൽ കോടിക്കണക്കിന് ഉറുപ്പുണ്ടായിട്ട് കാര്യമുണ്ടോ? പിൻവലിക്കാൻ സൗകര്യങ്ങളില്ലെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട റബ്ബിലേക്ക് അടുക്കണം. ലഇൻ ശക്കർതും ലഅസീദന്നകും. പ്രത്യേകിച്ച് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നാളെ മദ്രസകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. മെഹർജാനുൽ ബിദായ, പ്രവേശനോത്സവങ്ങൾ. നമ്മുടെ പിഞ്ചു പൈതങ്ങൾ എല്ലായിടത്തും, എല്ലാ മദ്രസകളും തുറന്ന് പ്രവർത്തിക്കുമ്പോൾ പലയിടത്തും മദ്രസകൾ പഠിക്കാൻ കുട്ടികളില്ല. കാരണം മതപഠനം അത്ര വേണ്ട എന്ന രീതിയിലേക്ക് പോലും രക്ഷിതാക്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മദ്രസയെ പഠിപ്പിച്ചാലോ, ഈ കുട്ടിക്ക് ഫുള്ള് മദ്രസ തന്നെ പഠിപ്പിച്ചു കൊടുക്കണമെന്നില്ല, അന്തമില്ലാത്ത ബോധം ചില വാപ്പമാർക്ക് വന്നും പോയി. ആകെ 1 മണിക്കൂറാണ് മദ്രസയിൽ കുട്ടി പോകുന്നത്. 23 മണിക്കൂറും മദ്രസന്റെ ഔട്ടാണ്. 23 മണിക്കൂറും കുട്ടി മദ്രസന്റെ പുറത്താണ്. എന്റെ കുട്ടിക്ക് ഇപ്പോഴും ഖുർആൻ ഓതാൻ കഴിയൂല, എന്റെ കുട്ടിക്ക് ഇപ്പോഴും ദിക്ർ ചൊല്ലാൻ കഴിയൂല. രക്ഷിതാക്കൾ പരാതിപ്പെടുകയാണ്. എന്തിനെ പരാതിപ്പെടുന്നത്? കുട്ടിക്കൊന്നും കിട്ടൂല. എങ്ങനെ കുട്ടി കിട്ടുക? ആകെ 1 മണിക്കൂറാണ് മദ്രസയിലുള്ളത്. ഒരു മദ്രസയിൽ 1 മണിക്കൂർ മാത്രം കുട്ടിയെ, ഈ കണ്ട എല്ലാ കുട്ടികളും എങ്ങനെ 1 മണിക്കൂറിന് ഉസ്താദിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റൂലല്ലോ. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നും ഉസ്താദുമാരെ കയ്യിലില്ല. പക്ഷേ ആ 1 മണിക്കൂറിന് കൊടുക്കുന്ന ആ ഒരു ചിന്തയും ബോധവും ഒക്കെ പിന്നെ വീട്ടിൽ പോയാൽ വീട്ടിൽ നിന്ന് കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. ഞാൻ പലപ്പോഴും ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. റമദാന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടിൽ ഒരു വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ഓൺലൈൻ ക്ലാസ്, അതിന്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് 10-12,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ആയിരുന്നു. അയാൾ വന്നപ്പോൾ അയാളെ സങ്കടത്തോടെ പങ്കുവെച്ചത്, അയാളെ പ്രസംഗത്തിൽ ഞങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ സ്കൂളില് ഓരോ ടീച്ചർമാരും ഓരോ മാഷന്മാരും ക്ലാസ് ടീച്ചർ ആകാൻ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ ഹിന്ദു കുട്ടികളുടെ ക്ലാസ്സിലാണ്. അയാൾ പറയാൻ, കൂടുതൽ ഹിന്ദു കുട്ടികളെ ഏത് ക്ലാസ്സിലാണോ അവിടെ ക്ലാസ് ടീച്ചർ ആക്കിയാൽ മതി സാറേ എന്നാ പറയണത്. അതായത് മുസ്ലിം കുട്ടികൾ കൂടുതലുള്ള ക്ലാസ്സിൽ പേടിയാണ് ക്ലാസ് ടീച്ചർ ആകാൻ, ക്ലാസ് അധ്യാപകനാകാൻ, ക്ലാസ് അധ്യാപികയാകാൻ. കാരണം അതബില്ല. എന്ന് വെച്ചാൽ ഹിന്ദു കുട്ടികളാണോ അതബുണ്ട്. ഈ ഹിന്ദു കുട്ടികൾക്ക് ഈ അതബ് എവിടെ നിന്ന് കിട്ടിയതാ? അവർക്ക് മദ്രസ ഇല്ലല്ലോ, അവർക്ക് പള്ളിയില്ലല്ലോ, അവർക്ക് വയലും പ്രസംഗവും മതപഠന ക്ലാസ്സും ഇല്ലല്ലോ. പക്ഷെ നമ്മളെ കുട്ടികളാ മദ്രസക്ക് പോകുന്നത്. നമ്മളെ കുട്ടികൾക്കാണ് ആത്മീയ മദ്രസകളൊക്കെ ഉള്ളത്. എന്ത് കാരണം? ഈ മദ്രസ നല്ലതൊന്നും കൊടുക്കേണ്ടത്, മദ്രസ കൊടുക്കേണ്ടത് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. അത് പ്രാക്ടിക്കലാക്കി കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ഞാൻ പലപ്പോഴും ഉദാഹരണം പറഞ്ഞത് അത് മനസ്സിലാക്കി തരാറുണ്ട്. നമ്മൾ ഏത് ഡ്രൈവിംഗ് ആണെങ്കിലും അതിനെ പ്രാക്ടിക്കൽ പഠിക്കണം. അതിനെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. ഡ്രൈവിംഗ് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് ഗിയർ അങ്ങനെ വെക്കണം, ഇങ്ങനെ മാറ്റണം, ക്ലച്ച് ഔട്ടണം, അല്ലെങ്കിൽ ഗിയർ മാറ്റത്ത് പറഞ്ഞിട്ട് വണ്ടി അവൻ്റെ കൈ കൊടുത്ത് അപകടത്തിൽ പെട്ടുപോകും. കാരണം ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പ്രാക്ടിക്കലായി പഠിപ്പിക്കണം. നീന്തൽ പഠിപ്പിക്കലും അങ്ങനെ തന്നെയാണ്. വള്ളത്തിൽ കണ്ട് ചാടിക്കഴിഞ്ഞ് ഇങ്ങനെ തുഴഞ്ഞാൽ ഇങ്ങനെ പോകുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. വള്ളത്തിൽ ഇറക്കിയിട്ട് പരിശീലിപ്പിക്കണം. ഇതിനെ തെർബിയത്ത് അറിയാം, അതിനാ തസ്കിയത്ത് അറിയാം. അമ്പിയാക്കന്മാർ ചെയ്ത പണിയൊക്കെ തെർബിയത്താണ്. അത് ഉസ്താദുമാരെ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് സാധിക്കൂല. അതുകൊണ്ട് അത് വീട്ടിൽ നിന്ന് വാപ്പാര് ശ്രദ്ധിച്ചേ പറ്റൂ, ഉമ്മമാര് ശ്രദ്ധിച്ചേ പറ്റൂ. ഉമ്മമാരല്ലേ ഈ ആർഭാടങ്ങൾക്ക് പിന്നിൽ, ഈ മൊബൈലിന്റെ ഫുള്ള് അടിമകൾ നമ്മളെ പെണ്ണുങ്ങളല്ലേ, നമ്മളെ ഉമ്മമാർ. അവരല്ലേ ഫുള്ള് റീൽസിന്റെ ലോകത്തുള്ളത്, അവരല്ലേ ഫുള്ള് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുള്ളത്. അവർക്ക് എങ്ങനെ നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? പിന്നെ പാവം ഉസ്താദുമാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ചെറിയ നക്കാപ്പിച്ച ശമ്പളം മാത്രം കൊടുക്കും ചെയ്യും, ആക്ഷേപങ്ങൾ ബാക്കിയാവും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട മദ്രസകളെ തുറക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികൾക്കും മതപഠനം. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഇന്നെന്തിനാ മദ്രസ പഠനം ചിന്തിക്കും? ഇന്നിപ്പോ എന്തിനാ പഠിക്കാൻ പെടുന്ന ആവശ്യം? ഒക്കെ ചാറ്റ് GPT ഇല്ലേ, ജെമിനി ഇല്ലേ. എന്ത് സംശയം ഉണ്ടെങ്കിലും ജെമിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ ഉസ്താദിനോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ചാറ്റ് GPT ഉണ്ട്. അതിന് എത്രയോ ആപ്പുകളുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം പഠിപ്പിച്ച ഒന്നുണ്ട്. എന്തെന്നറിയോ? ഞങ്ങൾ ചിന്തിക്കണം. അമ്മൻ തഅഖുദൂന ദീനക്കും. നമുക്കൊരു സനത് വേണം. ഇപ്പൊ എന്നോട് മുത്തുനിബിതങ്ങളിലേക്ക് മുട്ടുന്ന സനത് എനിക്കുണ്ട്. എന്നെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ചെറുശ്ശേരി സെയ്ദ് മുസ്ലിയാരാണ്. അദ്ദേഹത്തെ ഒക്കെ സെയ്ദ് മുട്ടു മുസ്ലിയാർ, അങ്ങനെ സദക്കത്തുള്ള മുസ്ലിയാർ, കുത്തുബി ഉസ്താദ്, അങ്ങനെ അങ്ങ് പോയി അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, അങ്ങനെ അങ്ങ് പോയി സൈനുദ്ദീൻ മഖ്ദൂം, പിന്നെ ഇബ്നു ഹജർ ഹൈതമി, സക്കറിയ അൻസാരി, അങ്ങനെ പോയി ബഹുമാനപ്പെട്ട മാലിക് എന്നോർ, നാഫി എന്നോർ, ഇബ്നു ഉമർ എന്നോർ, പിന്നെ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ എന്നോർ, പിന്നെ അലി ഇബ്നു അബീ താലിബ്, പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബിതങ്ങളിലേക്ക് കൂട്ടിമുട്ടുന്ന ഒരു സനത് വേണം, ഒരു പരമ്പര വേണം. അങ്ങനെ ആ പവർ ഹൗസിൽ നിന്ന് കണക്ഷൻ കിട്ടി വരുന്ന അറിവും
ചാറ്റ് GPT ഗൂഗിളിനോടും യൂട്യൂബിനോടും ചോദിക്കുന്ന അറിവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നർത്ഥം. നമുക്കൊരു പരമ്പര വേണം. അതുകൊണ്ട് തന്നെയാണ് ലൗലൽ ഇസ്നാദു ലഖാല മൻ ശഅ മാ ശാ. എപ്പോഴും ഇസ്നാദ് ഒരു സനദ് വേണം, ഒരു അദബോട് കൂടെ നമുക്ക് കിട്ടണം. അതിനാണ് മദ്രസകളും, അതിനാണ് ഈ സിസ്റ്റമൊക്കെ. അതുകൊണ്ട് ഈ സിസ്റ്റം തകരാൻ പാടില്ല. എന്തുണ്ടെങ്കിലും ഒന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, എന്നിട്ട് മദ്രസ വേണ്ട, എനിക്ക് സ്കൂൾ വേണ്ട പറ്റുമോ? നമുക്കൊരു സിസ്റ്റം, ഈ അദബ്, ഈ ഒരു പാരമ്പര്യം അത് നമുക്ക് നിലനിൽക്കണം. അതുകൊണ്ട് മദ്രസ പ്രസ്ഥാനങ്ങൾ, മദ്രസകൾ ഒരിക്കലും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് പ്രിയപ്പെട്ടവരെ, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ജാഗ്രത അനിവാര്യമാണ്. 10-24 വയസ്സ് വരെ ഒരു നിരക്കും മദ്യപാനം, ഒരു വീടി പോലും പഠിക്കാത്തൊരു ചെറുപ്പക്കാരൻ്റെ അനുഭവം യൂട്യൂബിലുണ്ട്. അവൻ കോഴിക്കോട് ബീച്ചിലേക്ക് ടൂറ് പോയതാണ്. സുഹൃത്തുക്കളോടൊപ്പം ടൂറ് പോയപ്പോൾ ജസ്റ്റ് ഒരു MDMA അല്പസം ജസ്റ്റ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അടിമപ്പെട്ടു. ഒരു വട്ടം ഉപയോഗിച്ചാൽ പിന്നെ അടിമപ്പെടുന്ന സാധനമാണ് അത്. മണവില്ല, രുചിയില്ല, കണ്ടെത്താൻ സാധിക്കില്ല. അടിമയായി. പിന്നെ പെങ്ങളെ കൂടെ വാങ്ങാൻ പോണത്, പിന്നെ വാങ്ങാൻ പൈസ അല്ല, അപ്പന് കച്ചവടക്കാരനാകും. ഇങ്ങനെ എല്ലാവരും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു, ആത്മീയമായി മദ്രസകളൊക്കെ സജീവമാകുമ്പോൾ നാളെ മദ്രസയിലേക്ക് നമ്മൾക്ക് 4-5 വയസ്സായ കുട്ടികളെ മദ്രസയിൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. മദ്രസയിൽ പോകുന്നെങ്കിൽ തത്തുല്യമായ സമാനമായ മതപഠനങ്ങളും തെർബിയത്തും കിട്ടുന്ന സംവിധാനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തേ പറ്റൂ. വെറും ഭൗതികം മാത്രമാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നമുക്ക് നാളെ നഷ്ടമാണ്, യാതൊരു സംശയവുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നമുക്കെതിരെ ഈ സദസ്സിലുള്ള അല്ലെങ്കിൽ പള്ളിയിലുള്ള നിങ്ങൾക്കെതിരെ നിങ്ങളെ മക്കൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് എന്തായിരിക്കും അവസ്ഥ? വലിയ അപകടമാണ്. ഇതുപോലെ നാളെ പറയും റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. പടച്ചോനെ, എനിക്ക് വേണ്ട വിധം മതപഠനം എൻ്റെ വാപ്പ തന്നിട്ടില്ല, എൻ്റെ തള്ള തന്നിട്ടില്ല എന്ന് വാപ്പാൻ ഇമ്മാനെ പറ്റി മക്കൾ അള്ളാഹുവിനോട് പരാതിപ്പെടുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ. പരിശുദ്ധ ഖുർആന്റെ ആയത്താണ് ഞാൻ ഓതിയത്, സൂറത്ത് ഫുസ്സിലത്ത്. റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത ഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അതുകൊണ്ട് നമ്മൾക്ക് വളരെ വലിയ ശ്രദ്ധ വേണം. പക്ഷേ രക്ഷിതാക്കൾക്കാണ് അത് തന്നെ ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലെന്ന് ഞാൻ ആലോചിച്ചു പോവാൻ. വളരെ വൃത്തികെട്ട രീതിയിൽ മുടി കെട്ടി വന്ന ഒരു കുട്ടിയോട് ഒരു നല്ല നിലക്ക് അച്ചടക്കുന്ന രീതിയിൽ ആ മുടി വെട്ടണമെന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു. അവ വീട്ടിലേക്ക് പോയിട്ട് ഉമ്മയോട് പറഞ്ഞു, മുടി വെട്ടാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു അങ്ങനെ പറ്റൂല, ഇപ്പൊ ഒന്ന് ചുരുക്കുണ്ട് കാണാൻ, ഈ നല്ല രസമുണ്ട്, പ്രത്യേക ഹെയർ കട്ടിങ് ആണ്, അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞത് ശരിയല്ല. വേഗം ആ ഉസ്താദിന്റെ പോക്സോ കേസ് കൊടുക്കാണ് ഈ കുട്ടിന്റെ വാപ്പ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഉസ്താദ് നിർബന്ധിച്ചിട്ടില്ല, ഒരു മാന്യമായ രീതിയിൽ മുടി വെട്ടണമെന്ന് ഉപദേശിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ കുട്ടി പറഞ്ഞു വീട്ടിൽ പോയിട്ട്, അപ്പൊ ഉമ്മ പറഞ്ഞു അങ്ങനെ പറ്റൂല, ഉസ്താദ് പറഞ്ഞാൽ മതി, വെട്ടാൻ പറ്റൂല. ഭർത്താവിനെ വിളിച്ചു, ഭർത്താവ് പോക്സോ കേസ് കൊടുത്തു. ഈ കുട്ടി എന്ത് ചെയ്തു? ഉസ്താദ് പറഞ്ഞല്ലേ, ഉസ്താദിന്റെ ഉപദേശമൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് കുട്ടി സ്വന്തമായിട്ട് കണ്ണാടി നോക്കി മുടി വെട്ടി വൃത്തിയാക്കി. കുട്ടി മുടി ഒന്ന് ഉഷാറാക്കി വെച്ചു. പക്ഷെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. വേഗം പോക്സോ കേസ്. എന്താ വിധി? 64 കൊല്ലം ജയിലിൽ കിടക്കണം. മാറ് പാവപ്പെട്ട ഉസ്താദ്. എന്താ ഉസ്താദ് ചെയ്തത്? നല്ലൊരു ഉപദേശം കൊടുത്തതാണ്. ഇതാ ഇന്നത്തെ ലോകം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് നല്ല ജാഗ്രത ഉണ്ടാവണം. ഓരോ മദ്രസകളും പ്രവേശനോത്സവങ്ങൾ സജീവമാകുമ്പോൾ അതിനെ പറ്റിയ ബോധവും ജാഗ്രതയൊക്കെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുക. അള്ളാഹു നമുക്ക് നല്ല തിരിച്ചറിവ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സഹോദരി, ഒരു സ്ത്രീ മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ